കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 9ാം ദിനത്തിലേക്ക് കടക്കുന്നു. പുതിയ റഡാർ സിഗ്നൽ ലഭിച്ച ഗംഗാവാലി നദിയിലെ മൺകൂനയിൽ സംയുക്ത സേനാ പരിശോധന നടത്തുകയാണ്. ആഴത്തിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഇന്നെത്തിക്കും. തിരച്ചിലിനുള്ള ഹിറ്റച്ചി ഭൂമി യന്ത്രം എത്തിക്കാൻ വൈകുമെന്ന വിവരവും വരുന്നു. റിട്ടയർഡ് ജനറൽ എം ഇന്ദ്രപാലൻ പരിശോധനകൾക്കായി ഷിരൂരിൽ ഇന്നെത്തും. നാളെയാണ് ഇന്ദ്രപാലന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ ആരംഭിക്കുക എന്നതാണ് അദ്ദേഹം 24നോട് നേരത്തെ അറിയിച്ചത്. ഹാഷ്മി താജ് ഇബ്രാഹിം സംഭവ സ്ഥലത്തുണ്ട്. അതോടൊപ്പം തന്നെ വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ഹാഷ്മി, ഇപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരം? ഞാൻ ഗംഗാവാലി പുഴയുടെ തൊട്ടടുത്താണ് ഗോപീഷ് ഉള്ളത്. നമ്മൾ ഇവിടെ നോക്കിയാൽ ഈ പറഞ്ഞ മൺകൂന കാണാം. ആ മൺകൂന കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധനയുടെ ഇന്നത്തെ ഫോക്കൽ പോയിന്റ്. ഇന്നത്തെ എന്നല്ല, ഇനി വരാൻ ഉള്ള ദിവസങ്ങളിലെ ഫോക്കൽ പോയിന്റ് ആ മൺകൂന തന്നെയാണ്. അതിന് കാരണം അവിടെ നിന്ന് റഡാർ സോണാർ സിഗ്നലുകൾ ഏതാണ്ട് അടുത്ത് തന്നെ കിട്ടിയെന്നുള്ളതാണ്. എന്തായാലും ആ പരിശോധനയ്ക്ക് ഇപ്പോഴുള്ള വിഘാതം ഈ ഗംഗാവാലി പുഴയുള്ള വലിയ ഒഴുക്കാണ്. ഗോപീഷ്, നമ്മളിവിടെ രാവിലെ 6 മണിക്കൊക്കെ വന്നപ്പോൾ ഇത്ര ഒഴുക്കില്ല. ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാം ഈ ഗംഗാവാലി പുഴയിൽ ഈ സമയത്ത് വല്ലാതെ ഒഴുക്ക് കൂടുന്നുണ്ട്. ഒരു പക്ഷേ നേരത്തെ ഒരല്പസമയം മുൻപ് നേവിയുടെ ഡിങ്കി ബോട്ടുകൾ അവിടെ ഇറങ്ങിയുള്ള പരിശോധന നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാമായിരുന്നു. ഇപ്പോൾ ആ ഡിങ്കി ബോട്ടുകൾ കരയിലേക്ക് മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ കനത്ത ഒഴുക്ക് കാരണമായിരിക്കണം ആ ഡിങ്കി ബോട്ടുകൾക്ക് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള തെരച്ചിൽ നടത്താൻ കഴിയാതെ പോകുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഡിങ്കി ബോട്ടുകൾ നേവി സംഘങ്ങളെ കൊണ്ട് 2 മുതിർന്ന നേവി ഉദ്യോഗസ്ഥർ ഒരു സോണാർ ഡിവൈസ് എക്സ്പെർട്ട് അടക്കമുള്ള ടീമിനെ കൊണ്ട് ഇവിടെ പരിശോധന നടത്തിയതാണ്. അപ്പോൾ അവർക്ക് ഈ സോണാറിൽ ഇവർക്ക് ഗ്രാഫിക് രൂപത്തിലുള്ള ചിത്രങ്ങൾ ഇട്ട് അത് അനലൈസ് ചെയ്യാൻ വേണ്ടി നേവി ഡൈവർമാർ അതിനുള്ളിലേക്ക് പോകണം. അതെന്തായാലും ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന ഈ സമയം വരെയും ഈ അടുത്ത് ഇങ്ങോട്ടൊക്കെ നമ്മൾ ഇന്നലെ കണ്ട മേഖലയിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ഒക്കെ കൂടി ആ പരിശോധന നടന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവർ അങ്ങ് തിരികെ കരയിലേക്ക് കയറിയിരിക്കുന്നു. അതിന് കാരണം ഉറപ്പായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗംഗാവാലി പുഴയിൽ ഇപ്പോൾ നമുക്ക് നേരെ തന്നെ കാണാം ഇവിടെ വല്ലാതെ കുത്തി ഒഴുകുന്നുണ്ട്. 1-2 മരക്കഷ്ണങ്ങളൊക്കെ ഒന്ന് രണ്ട് വലിയ തടിക്കഷ്ണങ്ങളൊക്കെ നേരത്തെ ഒഴുകിപ്പോയിരുന്നു ഇതിലൂടെ. അപ്പോൾ ഒന്നുകിൽ ഒരുപക്ഷെ കാട് മേഖലയിലോ മലമേഖലയിലോ കൂടുതൽ മഴ പെയ്യുന്നുണ്ടാകണം. അങ്ങനെ വെള്ളം കൂടുതൽ കുത്തി ഒഴുകി എത്തുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇവിടുത്തെ ഈ മഴയും ഈ ഗംഗാവാലി പുഴയ്ക്കടിയിലുള്ള കനത്ത കുത്തൊഴുക്കുമാണ് ഈ നേവി രക്ഷാദൗത്യത്തിന് ഇപ്പോൾ നേരിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിനൊക്കെ അതിജീവിക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ദ്രപാലിന്റെ അടക്കമുള്ള ഈ പറയുന്ന ഡ്രോൺ ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്ട് സിസ്റ്റം ഒക്കെ കിട്ടുമ്പോഴേക്കും ഈ പറയുന്ന കനത്ത കുത്തൊഴുക്കിനെയും അല്ലെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങിയുള്ള രക്ഷാദൗത്യത്തെ ഒരു പരിധിവരെ മറികടക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഗോപികൃഷ്ണൻ, ഇന്നലെ കാർവാർ MLA പറഞ്ഞ ആ പ്രൊക്ലൈനർ, ഒരു വലിയ 60 അടി നീളത്തിലേക്കും താഴ്ചയിലേക്കും കൈകൾ വീശാൻ കഴിയുന്ന ബൂം സംവിധാനം.